എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ജാനുവരി 26 പ്രാധാന്യത്തെ പറ്റിയാണ്. റിപ്പബ്ലിക് ഡേ ജാനുവരി 26 എന്ന ദിനം ആകസ്മികമായി വന്നു ചേർന്നതല്ല. അതിനൊരു ചരിത്രമുണ്ട്. സ്വരാജ് അല്ലെങ്കിൽ സ്വയം ഭരണത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ ജാനുവരി 26 വലിയ പ്രാധാന്യമാണ് ഉള്ളത്. 1929 ഡിസംബർ 29 ലാഹോറിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് അഥവാ സമ്പൂർണ്ണ സ്വയംഭരണം ഇന്ത്യയുടെ ലക്ഷ്യമായി പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയത്. ജാനുവരി 26 ഇന്ത്യയൊട്ടാകെ പൂർണ്ണ സ്വരാജ് ദിനമായി ആചരിക്കണമെന്നും തീരുമാനിച്ചു. അങ്ങനെ 1930 ജാനുവരി 26 ആദ്യമായി സമ്പൂർണ്ണ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത്. 1947 വരെ ഇത് തുടർന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ അധികാരം വെച്ചൊഴിഞ്ഞ് ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങി. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. കൊളോണിയൽ ഭരണം ഒഴിഞ്ഞു. ഭരണ നേതൃത്വം ഇന്ത്യക്കാർക്ക് തന്നെ ലഭിച്ചെങ്കിലും അത് സമ്പൂർണ്ണമായിരുന്നില്ല. കാരണം സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണനിർവഹണത്തിനായി ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. 1947 മുതൽ 1950 വരെയുള്ള കൈമാറ്റ കാലയളവിൽ ജോർജ് നാലാമനായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ. സ്വതന്ത്ര ഇന്ത്യക്ക് ഭരണഘടന എഴുതിയുണ്ടാക്കുന്ന ബൃഹത് ദൗത്യം ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായ കമ്മിറ്റിയെ ഏൽപ്പിച്ചു. അങ്ങനെ ഭരണഘടനയുടെ ആദ്യ രൂപം 1947 നവംബർ 4 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ സമർപ്പിച്ചു. തുടർന്ന് ഭരണഘടനാ ചർച്ചകൾക്കായി അസംബ്ലി തുടർച്ചയായ ദിവസങ്ങളിൽ സമ്മേളിച്ചു. ഒടുവിൽ ഒട്ടേറെ ചർച്ചകൾക്കും മാറ്റങ്ങൾക്കും അവസാനം 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂളുകളും ഉള്ള ഭരണഘടന അസംബ്ലി അംഗീകരിച്ചു. 1950 ജാനുവരി 24 ഭരണഘടനയുടെ ലിഖിത രൂപത്തിന് അസംബ്ലി അംഗീകാരം നൽകുന്നത്. അതനുസരിച്ച് ആദ്യ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് 1950 ജാനുവരി 26 ഒപ്പിട്ടു. അങ്ങനെ ഇന്ത്യ ജനാധിപത്യ സ്വാതന്ത്ര്യ പരമാധികാര രാഷ്ട്രപദവിയിലേക്ക് ഉയർന്നു. ഈ ദിവസത്തിൻ്റെ ഓർമ്മയും പ്രാധാന്യവും നിലനിർത്താൻ എല്ലാ വർഷവും രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും അരങ്ങേറുന്നു. ഇന്ത്യയെ ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് രാജ്യമാക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. 2024 ജാനുവരി 26 ഇന്ത്യ 75ാം റിപ്പബ്ലിക് ഡേ ആണ് ആഘോഷിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു. എന്നാൽ അതുവരെ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടനയും ഇല്ലായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലുള്ള പോയിന്റുകൾ കൂട്ടിച്ചേർക്കാൻ ഏകദേശം 2 വർഷവും 11 മാസങ്ങളും എടുത്തു. സ്വാതന്ത്ര്യത്തിനായുള്ള യുദ്ധം അവസാനിപ്പിച്ച് സ്വയംഭരണ രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ പ്രതീകമാണ് രാജ്യത്തെ നയിക്കുന്ന നമ്മുടെ ഭരണഘടന. ബ്രിട്ടീഷ് റൂളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഉപയോഗിച്ചാണ് പുതിയ ചാർട്ടർ തയ്യാറാക്കിയത്. 1950 ജാനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വന്നു. ഇത് ഇന്ത്യയുടെ ജീവിതം നിഷ്പക്ഷമായ റിപ്പബ്ലിക്കായി സ്ഥിരീകരിച്ചു. 1930 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശവാദമായി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച ഈ ദിവസമായ ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആയി തിരഞ്ഞെടുത്തത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ഥാപനത്തെ ബഹുമാനിക്കുന്നതിനായി എല്ലാ വർഷവും ജാനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. 1950 ജാനുവരി 26 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് പകരം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയെങ്കിലും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ കീഴിലാണ് ഇന്ത്യ പ്രവർത്തിച്ചത്.
ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ച് പ്രിയാമ്പിൾ അഥവാ ആമുഖം ഭരണഘടനയുടെ തത്വങ്ങൾ അവതരിപ്പിക്കുകയും അതിൻ്റെ അധികാരത്തിൻ്റെ ഉറവിടങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ആമുഖം. ഇത് 1949 നവംബർ 26 ഭരണഘടനാ അസംബ്ലി അംഗീകരിക്കുകയും ചെയ്തു. ഇത് 1950 ജാനുവരി 26 നിലവിൽ വന്നു. അങ്ങനെ ജാനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കപ്പെടാൻ തുടങ്ങി. റിപ്പബ്ലിക് എന്നാൽ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മുഖേന അത് വിനിയോഗിക്കുകയും ചെയ്യുന്ന ഭരണ സമ്പ്രദായമാണിത്. ഇന്ത്യയുടെ പ്രസിഡന്റാണ് ന്യൂഡൽഹിയിൽ പതാക ഉയർത്തുന്നതും പരേഡുകളുടെയും സാംസ്കാരിക പരിപാടികളുടെയും ആതിഥേയത്വം വഹിക്കുന്നത്. ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങുകളോടെ ആഘോഷങ്ങൾ സമാപിക്കുന്നു. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ രാജ്യത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെയും മൂല്യങ്ങളുടെയും ജനാധിപത്യത്തോടുള്ള പ്രതിബദ്ധതയുടെയും ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്